ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സോൾസ് ഓഫ് ഹിന്ദു ലോ. ഇത് ഫാമിലി ലോയുടെ ടോപ്പിക്കാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോൾസ് ഓഫ് ഹിന്ദു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ലോ ലോകത്തിലെ ഏറ്റവും പഴയ ലീഗൽ സിസ്റ്റമിൽ ഒന്നാണ്. ഇത് വേദാസിൽ നിന്ന് വന്നതുകൊണ്ട് ഡിവൈൻ ഒറിജിൻ ഉള്ളതായി കരുതുന്നു. പിന്നെ രശ്മി, സ്മൃതീസ്, കമൻട്രീസ്, കസ്റ്റംസ്, കോർട്ട് ജഡ്ജ്മെൻറ്റ്, ലെജിസ്ലേഷൻ വഴിയാണ് ഈ ലോ ഡെവലപ്പ് ചെയ്ത് ഏൻഷ്യൻ ഇന്ത്യയിൽ ലോ പ്ലസ് റിലീജിയൻ പ്ലസ് മൊറാലിറ്റി എല്ലാം കൂടെ ധർമ്മ എന്ന് വിളിക്കുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷം ഹിന്ദു ലോ കോഡിഫൈഡ് പേഴ്സണൽ ലോ ആയി ഇന്ന് പാർലമെൻറ്റിൽ പാസ് ചെയ്യുന്ന ആക്ട്സ് ആണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ഓൾഡ് കസ്റ്റംസിനേക്കാൾ പ്രയോറിറ്റി ഉള്ളത്. പിന്നെ ഇതിൽ പറയുന്നത് ഹെൻറി മെയിൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൻറി മെയിൻ പറഞ്ഞത് ഹിന്ദു ലോ ലോകത്തിലെ ഏറ്റവും പഴയ ലീഗൽ സിസ്റ്റമാണ്. ഇന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഓഫ് ഹിന്ദു ലോ ആണ് പറഞ്ഞത്. ഇതിലെ സെക്ഷൻ 2 ഹിന്ദു മാരേജ് ആക്ട് 1955 പറഞ്ഞത്. ആദ്യം തന്നെ ബൈ റിലീജിയനാണ് പറയുന്നത്. ബൈ റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ വഴി എങ്ങനെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 2 പ്രകാരം ഹിന്ദു ലോ അപ്ലൈ ചെയ്യുന്നത് ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിക്കീസ്, കൂടാതെ ആര്യ സമാജ്, ബ്രഹ്മ സമാജ്, സ്വാമി നാരായൺ, ലിംഗയാട്ട് അല്ലെങ്കിൽ വൈശവാസ്, പിന്നെ സത്സാംഗീസ് ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ പറയുന്നത് ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഒരാൾ ഹിന്ദുസിലേക്ക് കൺവേർട്ട് ചെയ്താൽ അല്ലെങ്കിൽ റീകൺവേർട്ട് ചെയ്താൽ ആരും ഹിന്ദു ആകും. ശാസ്ത്രി കേസിൽ വരുന്നത് ഹിന്ദുസ് റിലീജിയൻ മാത്രമല്ല, വേ ഓഫ് ലൈഫാണ്. പെരുമാളുടെ കേസിൽ പറയുന്നത് ഹിന്ദു റിലീജിയൻ അക്സെപ്റ്റ് ചെയ്ത കസ്റ്റംസ് ഫോളോ ചെയ്ത് കൺവേർഷൻ വാലിഡ് ആണെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ബൈ ബർത്തിലൂടെ എന്ന് പറയുന്നത്. ബൈ ബർത്തിലൂടെ ഒരു കുട്ടി ഹിന്ദു ആകുന്നത് 2 പാരൻസും ഹിന്ദുസ് അല്ലെങ്കിൽ ഒരു പാരൻറ്റ് ഹിന്ദുവാണ്. കുട്ടിയുടെ ഹിന്ദുവായ വളർത്തിയാൽ ഹിന്ദുസാം. പിന്നെ മുസ്ലിം, ക്രിസ്ത്യൻ, ജൂ, പാസി അല്ലാതെ ആളിന് വേറെ പേഴ്സണൽ ലോ ഇല്ലെങ്കിലും ജനറലി ഹിന്ദു ലോ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി സോൾസ് ഓഫ് ഹിന്ദു ലോസ് ആണ് ശരിക്കും നമ്മൾ സോൾസ് ഓഫ് ഹിന്ദു ലോസിൽ വരുന്നത്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോൾസ് ഡിവൈഡ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഏൻഷ്യൻ സോൾസും മോഡേൺ സോൾസും. ഏൻഷ്യൻ സോൾസിലാണെങ്കിൽ ശ്രുതി, സ്മൃതി, കമൻട്രീസ്, പിന്നെ കമൻട്രീസ് ആൻഡ് ഡൈജസ്റ്റ്, കസ്റ്റംസ്. മോഡേൺ സോൾസിലാണെങ്കിൽ ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കൺസൈൻസ്, പിന്നെ ലെജിസ്ലേഷൻ, ജുഡീഷ്യൽ പ്രസിഡൻറ്റ്. ഇനി ഏൻഷ്യൻ സോൾസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലാണ് ശ്രുതി അല്ലെങ്കിൽ വേദാസ്. ശ്രുതി അല്ലെങ്കിൽ വേദാസിലാണ് നമ്മൾ ശ്രുതി എന്നാൽ കേട്ടത് എന്ന് മാത്രമാണ്. ശ്രു എന്ന സംസ്കൃത് വാക്കിൽ നിന്നാണ് വന്നത്. ശ്രുതി ഹിന്ദു ലോൻ്റെ ഹയസ്റ്റ് സോൾസാണ്. ഋഷിമിർ ഡിസിപ്പിൾസിന് ഒരാളായി പതിപ്പിച്ചതാണിത്. 4 വേദാസ: ഋഗ്വേദ, യജുർവേദ, സമവേദ, അഥർവവേദ. പിന്നെ കൂടാതെ 6 വേദങ്ങളുണ്ട്. 18 യുപനിഷദാസ് ഉണ്ട്. പിന്നെ സ്മൃതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മൃതി എന്നാൽ ഓർമ്മയിൽ സൂക്ഷിച്ച് എന്നാണ് അർത്ഥം. ശ്രുതി പോലെയല്ല, സ്മൃതിയുടെ ഓതേഴ്സ് അറിയാം. ഇത് ഡ്യൂട്ടി, മൊറാലിറ്റി, ലോ എന്നിവയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ധർമ്മോസ്ത്ര ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ 800 to 200 BCൻ്റെ ഇടയിലാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സാണ് ഗൗതമ, ബൗദ്ധയാന, അപ്സ്തംഭ, വൈശിത. മാരേജ്, ഇൻഹെറിൻസ്, റിച്വൽസ്, ജസ്റ്റിസ് എന്നിവ എക്സ്പ്ലെയിൻ ചെയ്തുമായിരുന്നു. ഇനി ധർമാസ്ത്ര എന്താണ്? ധർമാസ്ത്ര എന്നത് പോയം ഫോമിലാണ് എഴുതിയതാണ്. ഇത് ഡിസ്കസ് ചെയ്യുന്നത് ആചാര, അതായത് കണ്ടക്റ്റ്, പിന്നെ വ്യവഹാര, ലീഗൽ പ്രൊസീജിയേഴ്സ്, പിന്നെ പ്രായശ്ചിത്ത, പണിഷ്മെൻ്റ് അല്ലെങ്കിൽ പെനൻസ് ആണ് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് സ്മൃതീസ് എന്തെന്ന് വെച്ചാൽ, ആദ്യം മനുസ്മൃതിയാണ്. മനുസ്മൃതി ഏറ്റവും പഴയ സ്മൃതിയാണ്. മനു ആണ് എഴുതിയത്. പിന്നെ ബ്രാഹ്മിൻസിൻ്റെ ഹയസ്റ്റ് പൊസിഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ വുമൻസിൻ്റെ ശൂദ്രാസിനും വളരെ കുറച്ച് റൈറ്റ്സ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ.
ഇനി യജ്ഞവാൽക്യ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞവാൽക്യ സ്മൃതി മനുസ്മൃതിനേക്കാൾ സിസ്റ്റമാറ്റിക് ആണ്. വുമൻസിൻ്റെ പ്രോപ്പർട്ടി റൈറ്റ് റെക്കഗ്നൈസ് ചെയ്തു. ശുദ്രാസിൻ്റെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്തു. അടുത്താണ് നാരദ സ്മൃതി. ഓക്കെ, നാരദ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദ സ്മൃതി മെയിൻലി സിവിൽ ലോനെ കുറിച്ചാണ്. വിഡോ റീമാരേജ് അക്സെപ്റ്റ് ചെയ്തു. വുമൺ പ്രോപ്പർട്ടി റൈറ്റ് റെക്കഗ്നൈസ് ചെയ്തു. പിന്നെ കിങ്ങിൻ്റെ ലോ പല കാര്യത്തിൽ സുപ്പീരിയർ ആണ് പറയുന്നത്. പിന്നെ പ്ലീഡിങ്സും എവിഡൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്താണ് കമൻട്രീസ് ആൻഡ് ഡൈജസ്റ്റം. അതായത് കമൻട്രീസ് ആൻഡ് ഡൈജസ്റ്റിൽ പറയുന്നത് സ്മൃതിയിൽ പല കോൺട്രാഡിക്ഷൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കോളേഴ്സ് കമൻട്രീസ് എഴുതി. മിതാക്ഷര യജ്ഞൈശ്വര എഴുതി. ദയാഭഗ ജിമിത്വാഹന എഴുതി. മെയിൻലി ഇൻഹെറിൻസിനെ കുറിച്ചാണ്. പിന്നെ ബെൽവാൻഡോ റോയോ കേസിൽ കമൻട്രീസ് പുതിയ ലോ ഉണ്ടാക്കുന്നില്ല, എക്സിസ്റ്റിംഗ് ലോയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി കസ്റ്റംസ് എന്താണ്? കസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം ഹിന്ദു ലോൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ്. ലോങ് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത കസ്റ്റം ലീഗൽ ഫോഴ്സ് നേടും. പിന്നെ ഇതിൽ വാലിഡ് കസ്റ്റം ആവാനായിട്ട് കുറച്ച് എസെൻഷ്യൽസ് ഉണ്ട്. എസെൻഷ്യൽസ് തന്നെ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, ലോനെതിരല്ല, മൊറാലിറ്റിനെതിരല്ല, പബ്ലിക് പോളിസിനെതിരല്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യാതിരിക്കരുത്. ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ, ഫാമിലി, കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി, ഗിൽഡ്. സുബാനോ കേസിൽ ലോങ് യൂസേജ് കൊണ്ട് ലീഗൽ ഫോഴ്സ് കിട്ടുമെന്നാണ് പറഞ്ഞത്. സുരേന്ദ്രൻ കേസിൽ പറയുന്നത് ഫാമിലി കസ്റ്റംസ് കോർട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന പറയുന്നത്. പിന്നെ മോഡേൺ സോഴ്സിൽ പറയുന്നതാണ് ഇതാണ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഗുഡ് കൺസേൺസ്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയിൽ റൂൾ ഇല്ലെങ്കിൽ കോർട്ട് ജസ്റ്റിസ്, ഇക്വിറ്റി, ഗുഡ് കൺസേൺസ് ഇവയുടെ ബേസിലായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ ഗുരുനാഥ് കേസിൽ പറഞ്ഞ റൂൾ ഇല്ലെങ്കിൽ ജഡ്ജസിനെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. പിന്നെ പറയുന്ന ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ലെജിസ്ലേഷനാണ്. ഇമ്പോർട്ടൻറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻ ആക്ട് 1929, ഹിന്ദു മാരേജ് ആക്ട് 1955, ഹിന്ദു സസഷൻ ആക്ട് 1956, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956. കോഡിഫിക്കേഷന് ശേഷം ആക്ട്സ് ആണ് കോൺഫ്ലിക്റ്റിംഗ് സിസ്റ്റമിനേക്കാൾ പ്രയോറിറ്റി ഉള്ളത്. ഇനിയാണ് ജുഡീഷ്യൽ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ജഡ്ജ്മെൻറ്റ് ഹിന്ദു ലോൻ്റെ മോഡേൺ സോഴ്സാണ്. സുപ്രീം കോർട്ട് ഡിസിഷൻ ഇന്ത്യയിലെ എല്ലാ കോർട്സിനും ബൈൻഡിങ് ആണ്. ഹൈക്കോർട്ട് ഡിസിഷന് സ്റ്റേറ്റ്സിലുള്ള സബോർഡിനേറ്റ്സ് കോർട്ടിന് ബൈൻഡിങ് ആണ്. ഇതിൽ ലൂഹാർ കേസ് പറയുന്നത് ജുഡീഷ്യൽ ഡിസിഷൻസ് മോഡേൺ ഹിന്ദു ലോൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹിന്ദു ലോ ശ്രുതി, സ്മൃതി, കമൻട്രീസ്, സിസ്റ്റം, കസ്റ്റംസ്, ജസ്റ്റിസ്, ലെജിസ്ലേഷൻ, ജുഡീഷ്യൽ ഡിസിഷൻ എന്നിവയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഇന്ന് പാർലമെൻറ്റ് പാസ് ചെയ്യുന്ന കോഡിഫൈഡ് ലോസിന് പ്രയോറിറ്റി, എന്നാലും ഏൻഷ്യൻ സോഴ്സ് ഇന്നും ഹിന്ദു പേഴ്സണൽ ലോനെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സോഴ്സ് ഓഫ് ഹിന്ദു ലോസ്. താങ്ക് യു.